ഹലോ ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ആദ്യം തന്നെ ചെറിയൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഒരു സ്പോർട്സ് ഫാൻ ആയതിൻ്റെ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതിവിടെ നമ്മൾ ക്രിക്കറ്റ് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ കാണണം. പിന്നെ അവിടെ നമ്മുടെ യൂറോ കപ്പ് ഇംഗ്ലണ്ട് വേഴ്സസ് ഡെൻമാർക്ക് ഒരു സീൻ കളി പോയിക്കൊണ്ടിരിക്കുക, അതും കാണണം. സോ ഇതൊക്കെയാണ് അവസ്ഥ. ഒരു സ്പോർട്സ് ഫാൻ ആയതിൻ്റെ രാത്രിയായുള്ള അവസ്ഥ ഇതാണ്. ഇനിയിപ്പം നമുക്ക് 12:30 സ്പെയിൻ വേഴ്സസ് ഇറ്റലി യൂറോ കപ്പ് ഉണ്ട്. സോ കിടന്നുറങ്ങുമ്പോൾ എന്തായാലും 2:30 ആവും. ഇതൊക്കെയാണ് അവസ്ഥകൾ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അജാക്സിനെ സ്കൂളിൽ കൊണ്ടാക്കണം നമ്മുടെ മെക്കീൻ കൂട്ടനിൽ. സോ മച്ചാന് ചെറിയ പനിയും ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ മമ്മി പറഞ്ഞു കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അജാക്സ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ അജാക്സിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ നമ്മൾ മക്കിൻകുട്ടനെ കാർ പഠിച്ച് കയറ്റിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, ഇപ്പോൾ രാവിലെ ഏകദേശം 10:15 ആയിട്ടുണ്ട്. ഇനിയും പേപ്പർ എടുത്തിട്ടില്ല എന്നാണ് മമ്മി പറഞ്ഞത്. കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ ഇവിടെ മെറ്റലിലിടില്ല. മെറ്റലിട്ട് അതിനെ അത് വെള്ളമായിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, ഒരു കുഴൽ പോലത്തെ ഒരു സംഭവം. സോ വേണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് പേപ്പർ വയ്ക്കുന്നത്. ഇങ്ങനെയാണ് പേപ്പർ വയ്ക്കുന്നത്. സോ നമുക്ക് എന്തായാലും പേപ്പർ എടുക്കാം. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. നോക്കിട്ടേക്കാം. കാരണം പട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പട്ടികളൊക്കെ ഓടിയാണ്. എവിടെ നിന്നാണോ കുറേ പട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് പേപ്പറിൽ എന്തെല്ലാം നോക്കാം. മെയിൻ ന്യൂസ് തന്നെ മറ്റേ നീറ്റ് പരീക്ഷയുടെ ന്യൂസാണ് കേട്ടോ. നീറ്റ് UG റദ്ദാക്കില്ലെന്ന് മന്ത്രി എന്ന് പറയുന്നു. നീറ്റ് റദ്ദാക്കണമെന്ന് പറയുന്നു. കണ്ടോ, ഒരു അമ്മയൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നുണ്ടോ. പാവമുണ്ട്. ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താൻ പാടുണ്ടോ. പിന്നെ അതേ നമ്മുടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച കേസ് ഇട്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ വാർത്തകളായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ കളി കണ്ടുകൊണ്ട് നമുക്കറിയായിരുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അത് വായിച്ച് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പിന്നെ യൂറോ കപ്പിൽ 2 കളി നമ്മൾ കണ്ടിരുന്നു. ഇംഗ്ലണ്ട് വേഴ്സസ് ഡെൻമാർക്കും പിന്നെ നമ്മുടെ സ്പെയിൻ വേഴ്സസ് ഇറ്റലിയും 2 അടിപൊളി മാച്ചസ് ആയിരുന്നു. പക്ഷേ രാവിലത്തെ കോപ്പ അമേരിക്ക കാണാൻ സാധിച്ചില്ല, അർജന്റീന വേഴ്സസ് കാനഡ കോഴ്സ്. കാരണം നമ്മൾ രാത്രി കിടന്നപ്പോൾ തന്നെ 2:30 പിന്നെ വീണ്ടും 5:30 കഴിഞ്ഞിട്ട് കാണാൻ ടാസ്ക് ആയിരുന്നു. നമുക്ക് എന്തായാലും സെമി ഫൈനലും ഫൈനലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇരുന്ന് കാണാം, കുഴപ്പമില്ല. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പേപ്പറിൽ കുറേ സെയിലിൻ്റെയും കാര്യങ്ങളൊക്കെ കുറേ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, ഹെപ്പറ്റൈറ്റിസ് ബിയും ഡെങ്കിപ്പനിയും വ്യാപനം കൂടിയിട്ടുണ്ടെന്നാണ് വാർത്ത കാണിക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. കൊതുവിൻ്റെ കടി മാക്സിമം കൊള്ളാണ്ടിരിക്കുക. പിന്നെ കടലിൽ മുങ്ങി മരണം കൂടുന്നൊന്നും ഇട്ടുണ്ട്. സോ ബീച്ചുകളിൽ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. സോ ആരും അധികം മഴ പെയ്യുമ്പോൾ പോകാതിരിക്കാൻ ശ്രമിക്കുക. സോ പിന്നെ വെള്ളത്തിൽ ഈ കോളി സ്ഥിരീകരിച്ച് റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും അധികം പുഴയിലേക്കും കടലിലേക്കും ഒന്നും ഇറങ്ങാണ്ടിരിക്കുക മഴ പെയ്യുന്ന സമയത്ത്. ഗൈസ്, ഇന്ന് പിന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ യോഗാ ദിനവും മ്യൂസിക് ഡേയും കൂടിയാണ്. സോ അതിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. യോഗ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കരധികം നല്ലതാണ്. സോ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അടിപൊളി, ഞാനും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ മ്യൂസിക് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള സോങ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഏതൊക്കെ സോങ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ പാട്ടിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ ഒരേപോലത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവുമായിരിക്കും. സോ ഏത് റാപ്പ് സോങ്ങിനാണോ കൂടുതൽ ഫാൻസ്, മെലഡി സോങ്സിനാണോ റൊമാൻറ്റിക് സോങ്സിനാണോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവരും മസ്റ്റായിട്ടും ഏത് മ്യൂസിക് ഏത് ഭാഷയായാലും കുഴപ്പമില്ല, ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇഷ്ടമുള്ള പാട്ടും ഞാൻ താഴെ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ടു കമൻറ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ കുക്കർ കൊടുത്തിട്ടുണ്ടായല്ലോ. സോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം. നമ്മൾ ലേറ്റായി നമ്മൾ വന്നതിന് ശേഷമൊക്കെ ആയിട്ടാണ് അവർ വിളിച്ചത്. സോ ഇപ്പോൾ നമ്മൾ എന്തായാലും രാവിലെ അവിടെ പോകണം. പിന്നെ മമ്മിക്ക് കുറച്ച് ത്രെഡും കാര്യങ്ങളൊക്കെ മേടിക്കാനൊന്നും പറഞ്ഞു. അപ്പോൾ അതും കൂടി മേടിക്കാനായിട്ട് നമ്മൾ അങ്കമാലി പോവാണ്. സോ ഞാൻ എന്തായാലും പോയി ഒന്ന് ഡ്രസ്സ് മാറി സെറ്റായിട്ട് വരാം. സോ ഗൈസ്, റെഡിയായി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക്
മെക്കിയും കൂട്ടിനെ എടുത്തിട്ട് നമുക്ക് അങ്കമാലിയിലോട്ട് പോയി നമ്മുടെ കുക്കർ എടുത്തിട്ട് വരാം. ലെറ്റ്സ് ഗോ. നമ്മൾ അങ്കമാലി എത്തിയിട്ട് സോ നമ്മുടെ കുക്കർ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിലെത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാം കേട്ടോ. ഗൈസ് നമ്മുടെ കുക്കർ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോയി വെച്ച് ശരിയാക്കി നോക്കാം. മമ്മിയുടെ അടുത്ത് പറയാം. മമ്മി അപ്പുറത്ത് പോയി. മമ്മി ദേ ഇവിടെ തയ്യലിൻ്റെ നൂലും സാധനങ്ങൾ എന്തൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ അതിനുശേഷം ദേ ഈ മാത ഫ്രഷ് ചിപ്സിൽ ഇവിടെ അടിപൊളി പഴംപൊരിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. സോ അത് എടുക്കാൻ വേണ്ടി ഞാൻ 5 പഴംപൊരി പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിന് 10 രൂപ വെച്ചാണ്. സോ 5 എണ്ണം പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ 5 പഴംപൊരി മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മി പച്ചക്കറി കാടിൽ കയറിയിട്ട് തക്കാളി മേടിക്കണമെന്ന്. സോ അവിടെ കയറിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു അതിന് വഴി തുറവരെ എത്തിയപ്പോൾ അതേ ഇവിടെ ഞാറ്റുവില സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നഴ്സറി കണ്ടപ്പോൾ മമ്മി പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കയറി. ഇവിടെ കുറേ ഓർണമെന്റൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പച്ചക്കറി തൈകൾ ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. പിന്നെ അതേ കുറേ പോട്ടിൽ ഓൾറെഡി പ്ലാന്റ്സ് വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതൽ പോലെയാണ് തോന്നിയത്. ഗൈസ് ഡേ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് മൂക്കിനേരെ എത്തിയപ്പോൾ പിച്ച് സ്റ്റോവ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും ഇന്ന് മമ്മി കോട്ടയ്ക്കലിൽ കയറാൻ പോയിട്ടുണ്ട്. സോ അതിന് നമ്മൾ പഴംപൊരി മേടിച്ച് ഞാൻ കാണിച്ചല്ലോ. സോ ആ പഴംപൊരിയുടെ കൂടെ നമുക്ക് ബീഫ് കറിയും കൂടി കുറച്ച് മേടിച്ച് കഴിഞ്ഞാൽ ബീഫും പഴംപൊരിയും കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് കറി മേടിക്കാൻ വേണ്ടി മമ്മീനെ അങ്ങനെ വിട്ടിട്ടുണ്ട്. കണ്ടോ മമ്മി അവിടെ ഇപ്പം ഉണ്ട്. സോ മമ്മി മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നേരം ചായ കുടിക്കുമ്പോൾ ബീഫും പഴംപൊരിയും കഴിച്ചു നോക്കട്ടെ. സോ അതും ഞാൻ കാണിച്ചു തരാം. സോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാണ്. സോ എത്തിയപ്പോൾ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പോലെ തന്നെ. സോ എന്താ പോലെ തന്നെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് മഴ തൂളാൻ തുടങ്ങുന്നത്. സോ എന്തായാലും നമുക്ക് കാണാം. അതിനുശേഷം നമ്മുടെ അവിടെയുള്ള പമ്പ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള മില്ലിൽ കയറി കുറച്ച് പൊടിയരി മേടിക്കാൻ കയറി. സോ അതേ ഇവിടെ കുറേ ടൈപ്പ് അരികൾ ഇങ്ങനെ ചാക്കായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ടുള്ളത്. സോ നമ്മൾ അങ്കമാലി പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നമ്മുടെ മെക്കിയും കുട്ടി തിരിച്ച് നമ്മുടെ കാർ കോച്ചിലേക്ക് കയറ്റിയിട്ടുണ്ട്. സോ പോയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും നടന്നിട്ടുണ്ട്. സോ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ബീഫും പഴംപൊരിയും കഴിക്കുന്നതും പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമ്മൾ മേടിച്ച പഴംപൊരി നല്ല ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ബീഫ് കറി സെറ്റായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടി രണ്ടും കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചൊരു പഴംപൊരിയുടെ പീസ് അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ബീഫിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വായിൽ വെക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ. കഴിച്ചു നോക്കിക്കോട്ടോ. ഊഫ് ഏടാ മോനെ, കടിച്ചിട്ട് അങ്ങോട്ട് വായിലെടുക്കുമ്പോൾ ജ്യൂസി ആയിട്ട് സീൻ സാധനമായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ വീട്ടിലാണെങ്കിൽ കുറച്ചും ഉണ്ടാക്കിയതാണെങ്കിൽ കുറച്ചും നല്ലതായിരുന്നു തോന്നി. ബട്ട് ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ, ബീഫ് ആൻഡ് ബനാന. ഗൈസ് അങ്ങനെ ചായയും കുടിച്ചു, നമ്മുടെ പഴംപൊരിയും ബീഫും കഴിച്ചു. പഴംപൊരിയും ബീഫും സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ രണ്ടും മേടിച്ചതായതുകൊണ്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റിന്റെ ഫീല് കിട്ടിയില്ല. കാരണം പഴംപൊരി നല്ല വലിയ പഴവും അധികം മൂപ്പില്ലാത്ത ഭയങ്കര പഴുപ്പില്ലാത്ത പഴമായിരുന്നു. സോ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കുഴച്ച് തരുമ്പോൾ ആ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടും. സോ ഇനി വീട്ടിൽ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അലനജക്സ് ക്രിയേഷൻ്റെ വീഡിയോ ഇടുകയും ഇതിൽ ഞാൻ വ്ളോഗായിട്ട് കഴിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ അതായിരുന്നു നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഒരിക്കൽ കൂടി മ്യൂസിക് ഡേയുടെയും യോഗ ഡേയുടെയും ആശംസകൾ നേരുന്നു. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ മ്യൂസിക് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് പാട്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ നാളെ നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് കാണും മുമ്പ് ഇതൊന്നും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കിനാണ് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത്. ഇവന്മാര് ഫുൾ ഒച്ചപ്പാടാണല്ലോ. സോ എന്തായാലും ഞാൻ പോവുകയാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ശുഭദിനം.